നമസ്കാരം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പ്രതികാരമായി കാർ തടാകത്തിലേക്ക് ഓടിച്ചിറക്കി യുവതിയെ കൊലപ്പെടുത്തി മുൻ സഹപ്രവർത്തകൻ. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ചന്ദനഹള്ളിയിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവത്തിൽ 32കാരി ശ്വേതയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കുടുംബത്തെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ സംഭവത്തിന്റെ പിന്നിൽ പ്രണയാഗ്രഹവും അത് നിരസിച്ചതിന്റെ പ്രത്യാഘാതവുമാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് ജോലിസ്ഥലത്തായിരുന്നു ശ്വേതയും രവിയും പരിചയപ്പെട്ടത്. രവി വിവാഹിതനായിരുന്നു. എന്നാൽ ഭാര്യയുമായുള്ള ബന്ധ പ്രശ്നത്തിലായിരുന്ന രവി ഒറ്റയ്ക്ക് കഴിയുന്ന ശ്വേതയോട് അടുപ്പം തേടുകയായിരുന്നു. ശ്വേതയുടെ ജീവിതം അത്ര നന്നായിരുന്നില്ല. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ അവൾ മാതാപിതാക്കളോടൊപ്പം കഴിയുകയായിരുന്നു. കുടുംബത്തിന് ഒരു ആശ്രയമായിരുന്നു അവൾ. എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിരുന്നു ശ്വേതയുടെ ശ്രമം. പഴയ വേദനകൾ മറന്ന് പുതിയൊരു തുടക്കത്തിനുള്ള സ്വപ്നം കാണുകയായിരുന്നു. രവി തുടർച്ചയായി ശ്വേതയെ പിന്തുടരുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. ഭാര്യയെ ഉപേക്ഷിക്കാൻ പോലും തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതിനെ ശ്വേത വഴങ്ങിയില്ല. നമ്മൾക്കിടയിൽ ഒന്നും സാധ്യമല്ലെന്നായിരുന്നു ശ്വേതയുടെ ഉറച്ച നിലപാട്. ഇതാണ് രവിയെ പ്രകോപനത്തിലാഴ്ത്തിയത്. എന്റെ ജീവിതം മുഴുവൻ നിനക്കായാണ് എന്ന് പറഞ്ഞ് ശ്വേതയെ സമ്മതിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും യുവതി അയാളെ നിരസിച്ചു. അവസാനമായി ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണമെന്ന പേരിൽ രവി ശ്വേതയെ വിളിച്ചു വരുത്തി. ഇരുവരും ഒരുമിച്ച് കാറിൽ യാത്ര തിരിച്ചു. പക്ഷേ യാത്ര പ്രതികാരമായി മാറി. ചന്ദനഹള്ളി തടാകത്തിന് സമീപമെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി രവി കാർ തടാകത്തിലേക്ക് ഓടിച്ചിറക്കി. ചില സെക്കൻഡുകൾക്കുള്ളിൽ കാർ വെള്ളത്തിനടിയിലേക്ക് മറഞ്ഞു. ജീവൻ രക്ഷിക്കുവാനുള്ള അവസാന ശ്രമത്തിൽ ശ്വേത നിലവിളിച്ചു. എന്നാൽ രവി കാർ വിട്ട് നീന്തി കരയിലെത്തി. എന്നാൽ ശ്വേതയ്ക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. പിന്നീട് പോലീസിനോട് ഇയാൾ പറഞ്ഞത് കാർ നിയന്ത്രണം വിട്ട് വെള്ളത്തിലേക്ക് പോയി. എനിക്ക് നീന്തി രക്ഷപ്പെടുവാൻ കഴിഞ്ഞു, ശ്വേതയ്ക്ക് കഴിയാതെ പോയി എന്നായിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ കഥയുടെ സത്യം പുറത്തു വന്നു. ശ്വേതയുടെ കുടുംബത്തിന്റെ പരാതിയും നാട്ടുകാരുടെ മൊഴിയും ചേർന്നപ്പോൾ കൊലപാതകമാണെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പ്രതികാരമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലുടനീളം ജസ്റ്റിസ് ഫോർ ശ്വേത എന്ന പേരിൽ പ്രതിഷേധങ്ങളടക്കം ഉയരുകയാണ്. ജീവിതത്തിൽ ഒരാളെ സ്നേഹിക്കുന്നത് കുറ്റമല്ല, പക്ഷേ അവളുടെ തീരുമാനത്തെ ബഹുമാനിക്കാതിരിക്കുക, സ്വന്തം ആഗ്രഹം മാത്രം നടപ്പിലാക്കുവാൻ ശ്രമിക്കുക, ഇതൊക്കെ അവസാനിക്കുന്നത് ഒരു കൊലപാതകത്തിലാണ്. ശ്വേതയുടെ കഥ അനവധി യുവതികൾ നേരിടുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ ഒരു ഭീകര പ്രതിബിംബമാണ്. ശ്വേതയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി. ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. കൂടുതൽ അന്വേഷണം നടന്നു വരുന്നു. ഇതിനിടെ സമാനമായ സംഭവം കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ കുറ്റിയാട്ടൂരിൽ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ യുവതി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു മരണം. കുറ്റിയാട്ടൂർ സ്വദേശി പ്രവീണയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ യുവതി താമസിക്കുന്ന വീട്ടിലെത്തിയ പ്രതി യുവതി ആക്രമിക്കുകയായിരുന്നു. പെരുവളത്തുപറമ്പ് കുട്ടാവ് സ്വദേശി ജിജേഷാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. ആക്രമണത്തിന്റെ ജിജേഷിന് 50% പൊള്ളലേറ്റിരുന്നു. ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവം നടക്കുമ്പോൾ യുവതിയും പിതാവുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വെള്ളം ചോദിച്ചാണ് ഈ ജിതേഷ് വീടിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ഇതിനുശേഷം യുവതിയെ തീ കൊളുത്തുകയായിരുന്നു. വീടിന്റെ പിൻഭാഗത്തേക്ക് വർക്കേരിയയിൽ വെച്ചാണ് തീ കൊളുത്തിയത്. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീ അണച്ചത്. പ്രവീണ ഇരിക്കുന്ന നിലയിലും ജിതേഷ് കമിഴ്ന്നു കിടക്കുന്ന നിലയിലുമായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തുകയും ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പ്രവീണയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഉരുവച്ചാലിൽ നിന്ന് പെരുവളത്തുപറമ്പിലേക്ക് 17 കിലോമീറ്ററിൽ ദൂരമുണ്ട്. ഇവിടെ നിന്ന് ബൈക്കിലെത്തിയാണ് ജിതേഷ് ആക്രമണം നടത്തിയത്. പ്രവീണയും ജിതേഷും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഇതിനിടെ ഉണ്ടായ പ്രശ്നത്തിൽ ജിതേഷ് പ്രമീളയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. ACP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക വിശകലനം നടത്തി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ആസൂത്രിത കൊലപാതകമാണ് നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. കൂടുതൽ വിവരങ്ങൾക്കായി ഇരുവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.